ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമുക്ക് എല്ലാവർക്കും സമൂഹത്തിൻ്റെ അകത്ത് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്നതാണ് ഇഷ്ടം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സാമൂഹിക ജീവികളിൽ ചിലർക്കെങ്കിലും വേദന തോന്നുമ്പോൾ നമുക്ക് വേദന തോന്നും. നമ്മുടെ മനസ്സിനകത്ത് എവിടെയോ ഒരു നല്ല അംശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പം വളരെ പ്രചണ്ഡമായിട്ട് നടക്കുന്ന അഭിലാഷ് പ്ലാവടിയിൽ എന്ന് പറയുന്ന ഒരു രണ്ട് കുട്ടികൾ ചേർന്നുകൊണ്ടുള്ള അവരുടെ ഓരോരോ ലൈഫിൻ്റെ കനാൽ ലൈഫ് എന്ന് പറയുന്ന സാധനം പബ്ലിക് മീഡിയയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കും വൈറലായിട്ട് മാറുന്നുണ്ട്. കുറേ നാളുകൊണ്ട് ഞാൻ ഇവരുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് കാണുന്നത്. അവർ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടത്, ഞാൻ തിരിച്ചും ഫോളോ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഞാൻ വീഡിയോ കണ്ട് കമൻറ്റിലേക്ക് ചെയ്ത് പോകുന്ന ആണ് പതിവുണ്ടായിരുന്നു. ഓക്കെ, എനിവേ എന്തായിരുന്നു അത് നല്ല അടുത്ത വിഷയം. എന്തുകൊണ്ട് ഇപ്പോൾ അവരുടെ ഈ ഒരു ചർച്ച മൊത്തത്തിൽ വന്നു എന്നുള്ള കാര്യം, ഈ ചർച്ച അവർക്ക് ഗുണമാണോ ദോഷമാണോ? അതുപോലെ തന്നെ അൽത്താഫ് വ്ളോഗ്സിൽ അൽത്താഫ് ഇവരെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അൽത്താഫ് എയറിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അൽത്താഫിൻ്റെ ആ വീഡിയോ ചെക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ഇവരുടെ വീഡിയോ ചെക്ക് ചെയ്യണം. ഇവരെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുടെ ആ ഒരു ഉദ്ദേശം, അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നന്മയുള്ളതിനെ ആ നന്മയുള്ളതായിട്ട് അങ്ങ് നിർത്തുക എന്നുള്ളതാണ്. നല്ല ജലാശയത്തിൻ്റെ അകത്തുകൊണ്ട് വിഷം കലക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ വിഷം കലക്കാൻ ശ്രമിക്കുന്നവരാരെങ്കിലും ഉണ്ടോ, മുതലെടുപ്പ് നടത്തുക ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ചിന്തിച്ച് പോകണം. ഞാനിവിടെ സംസാരിക്കുന്നത് അഭിലാഷ് പ്ലാവടിയിൽ എന്ന് പറയുന്ന ആ കുഞ്ഞിനും ആ സഹോദരനും അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും വേണ്ടി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം അതും കൂടെ ഇവിടെ സംസാരിച്ച് പോവേണ്ടി വരും എന്നുള്ളത് മാത്രം. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. നിങ്ങൾ ഇത് മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇത് ഇടയ്ക്ക് കയറി കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ തെറി വിളിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം ഞാനത് കാണിക്കാം. ഹലോ KFC. അപ്പൊ നമ്മള് KFC ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ നമ്മള് KFC കഴിക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. KFC ഇതിനു മുമ്പ് കഴിച്ചിട്ട് വന്നിട്ട് ചുമ്മാ ഇരുന്ന് മറ്റേ താളം വിടുന്നതാണ്, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ഈ അഭിലാഷിന്റെ വീഡിയോ മുമ്പേ കാണുന്ന ആൾ വളരെ ജെന്യൂൻ ആയിട്ടൊരു പേഴ്സൺ ആണ്. ഒരിക്കലും അങ്ങനെ കള്ളത്തരം പറയുന്ന ഒരാളല്ല. വളരെ കുഞ്ഞു കാര്യം, അതായത് സൈക്കിൾ കിട്ടുന്നതും മുമ്പിലത്തെ കുറേ അധികം കാര്യങ്ങൾ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ ഒരിക്കലും കള്ളം പറയില്ല. അത് 100% ഉറപ്പിച്ച് പറയാം. അവർ കള്ളം പറയുന്നവരേ അല്ല. പക്ഷേ മുതലെടുപ്പ് അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മള് KFC കഴിക്കുവാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. സാധാരണ കഴിക്കുന്ന ചിക്കൻ പോലെ കുഴിമന്തിനെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ പറയാൻ പറ്റണില്ല, അറിയാൻ തന്നെ. എന്നാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് KFC കഴിക്കുന്നത്. KFCയും കുഴിമന്തിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അവർ KFC ആദ്യമായിട്ട് കഴിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഈ KFC ആദ്യമായിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അനുഭവത്തിനെ കുറിച്ച് പങ്കുവയ്ക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളെല്ലാവരും കുഴിമന്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതായിരിക്കും. വെരി റീസെൻ്റ്ലി ഞാൻ ഈ അടുത്ത കാലത്താണ്, അതായത് ഒരു 3-4 മാസത്തിന് ഇപ്പുറമാണ് ആദ്യമായിട്ടാണ് ഞാനൊരു കുഴിമന്തി വാങ്ങിച്ച് കഴിക്കുന്നത്. സോ നമ്മൾ കഴിക്കാത്തത് കൊണ്ട് അത് എനിവേ എനിക്ക് അനുഭവം അതിനെക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ മുമ്പ് പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പറ്റും അതെങ്ങനെയാണ്. പക്ഷേ എനിക്ക് കഴിച്ചതിന് ശേഷം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണത്തിലൊന്നാണ് ഈ കുഴിമന്തി. പലർക്കും അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ അതിശയിച്ച് പോകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, അത് വിഷയമല്ല. ഈ ഒരു KFCയോ ഈ ഒരു സംഭവങ്ങളൊന്നുമല്ല. നിലവിൽ ഇവരുടെ വീഡിയോസ് ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് ഇവരെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ അവരുടെ ഫോട്ടോസ്, അവരുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് വളരെയധികം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ എന്താ ചിന്തിക്കുക? എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം വേണ്ട. ആരൊക്കെയാ? അപ്പോ നമ്മള് ലഹരിക്കൊന്നും അടിമപ്പെടാതെ സെൻട്രലിൽ മസ്താനി എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ട്. ഈ കുട്ടികളെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇതുവരെ ഒരു സോഷ്യൽ മീഡിയക്കകത്ത്, അഥവാ നമ്മുടെ ഇത്രയും അവർക്ക് ഇപ്പോൾ ഒത്തിരി ഫോളോവേഴ്സൊക്കെ ആയി. എത്ര ഫോളോവേഴ്സായി? 461 461K 461,000-ഓളം ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്ത് മാത്രം കയറി. അവർക്ക് വേണമെങ്കിൽ ഇവരുടെ ബയോ ലിങ്കിൻ്റെ അകത്ത് ഇവിടെ വേറെ എന്തെങ്കിലും തരത്തിൽ ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച് ഇപ്പം ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഇന്ന് വരെ അവർ ആ തെണ്ടിത്തരം കാണിച്ചിട്ടില്ല. ഇതിനി നമുക്ക് പുറകെ പറഞ്ഞു വരാം. അതിന് മുമ്പ് ഞാനിത് പറയുന്ന കാര്യം നിങ്ങൾ ഈ പോയിന്റുകളൊന്ന് മനസ്സിൽ വെച്ചേക്കണം. കാരണം നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇതാണ് ഗൈസ് എന്റെ അമ്മ. അപ്പൊ ഇവര് ഓക്കെ, അമ്മയെയും വീട്ടുകാരെയും ഒക്കെ എടുത്ത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അവരുടെ വീടിന്റെ സാഹചര്യങ്ങളും ഒക്കെ എടുത്ത് വീട്ടിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാം കാണുന്നുണ്ട് ഒരുപാട്. സോ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴേക്കും
സമൂഹത്തിൻ്റെ അകത്ത് വളരെയധികം നല്ലൊരു കാര്യമായിട്ട് നിങ്ങളും ഞാനുമൊക്കെ കാണും. ഒരു സംശയമില്ല, ആ കാര്യം നല്ലതായിട്ട് തന്നെ കാണുന്നത്. ഇനി നമ്മുടെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ സുഹൃത്തുക്കൾ ഇന്റർവ്യൂ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അൽത്താഫിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അൽത്താഫിൻ്റെ വീഡിയോ അൽത്താഫ് എന്തോ ഏറാണെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ യോജിക്കാൻ പറ്റത്തില്ല, അൽത്താഫ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനുശേഷം മെയിൻ പോയിന്റിലേക്ക് വരാം. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. മാത്രമല്ല സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. സമൂഹത്തിനെ സുഖിപ്പിക്കാനും സമൂഹത്തിന്റെ എല്ലാ ആൾക്കാർക്കും ഒരേ രേഖയിൽ പോകുമ്പോൾ അവരെല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവണം. അത് ഡിഫറൻ്റ് ആണെങ്കിൽ 100 പേര് നമ്മൾ ആക്രമിക്കാൻ വന്നാലും നമ്മൾ ആ പറയുന്ന പോയിന്റ് ഉറച്ചു നിൽക്കുക തന്നെ വേണം. അത് തന്നെയാണ് വേണ്ടത്. അഭിപ്രായങ്ങൾ എന്ത് രേഖപ്പെടുത്താൻ തന്തയ്ക്ക് വിളിക്കാൻ തള്ളയ്ക്ക് വിളിക്കാൻ പൂർണ്ണ അവകാശം. ഇവർ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, ഞങ്ങൾ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല, അതേപോലെ സിനിമ കണ്ടിട്ടില്ല. ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിനോ 3 നേരത്തെ ആഹാരം തികച്ച് കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ മേടിക്കാനുള്ള ഗതിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്, കിട്ടേണ്ട കാര്യങ്ങളാണ്. കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ കണ്ടില്ല എന്ന് ഒരു മനുഷ്യന്റെ ബേസിക് നീഡല്ല. ആ മുതിർന്ന ആൾ, അയാൾക്ക് പ്രായപൂർത്തിയാണെന്ന് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് ഒരു വരുമാനം കിട്ടും. അത് വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിനും കൃത്യമായിട്ട് കഴിയാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന സിനിമയ്ക്ക് പോക്കും മന്തി തീറ്റിയും അതേപോലെ തന്നെ ട്രെയിനിൽ ട്രാവൽ എല്ലാം ഇതിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് പാട് ദുരിതം പറഞ്ഞ് ബുദ്ധിമുട്ട് പറഞ്ഞ് അതിന് മറ്റുള്ളവരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ സഹതാപമായിട്ട് മാറ്റിക്കൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, പുറത്തോട്ടിറങ്ങി നിങ്ങൾ നോക്കും, ഒരുപാട് ചേച്ചിമാര് ചേട്ടന്മാര് കൈയും കാലും ഇല്ലാത്തൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ പലമാതിരി കൂലിവല ഈ ഒരു വെയിലത്ത് കിടന്ന് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് 10 പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ല്, അവർക്ക് വാങ്ങിച്ചു കൊടുക്ക്. വികസിതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ പോകേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത്, അവിടെ ബഹിരാകാശ നിലയത്തിൽ വരെ താമസിക്കുന്ന ഈ വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പോകേണ്ടത്? നമ്മൾ ഡെവലപ്പ് ആവുകയല്ലേ ചെയ്യണ്ടേ? നമ്മളിപ്പോഴും ഒതുങ്ങി കനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ ആ കനാലിൽ കുത്തിയിരിക്കുന്നവരെ നമ്മൾ പിന്നെ എൻകറേജ് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ യുവസമൂഹത്തെ ലഹരി ഉപയോഗിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ യുവസമൂഹത്തെ പണിയെടുക്കാതെ ഈ പറയുന്ന കനാലിൽ പോയി അവിടെ കിടന്നാൽ മതി വെള്ളത്തിനകത്ത്. അതിൽ ആധുനികതയുടെ ലോകത്തിലേക്ക് ഒരു പോകുന്നില്ലെന്നാണ് ഈ മന്ത് നിന്നുള്ള സിനിമ ഇല്ലെന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോണിലല്ലേ ഇവർ ഷൂട്ട് ചെയ്യുന്നത്? അപ്പൊ ഈ ഫോണിലല്ലേ നെറ്റ് ചാർജ് ചെയ്യുന്നത്? ഇതൊക്കെ ആധുനികതയല്ലേ? അപ്പൊ ഇതിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് കിടക്കും. സ്മാർട്ട് വാച്ച് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വാച്ചാണ്, അത് ആധുനികതയല്ലേ? അപ്പൊ ആ ആധുനികതയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മന്തിയിൽ വരുമ്പോഴത്തേക്കും, സിനിമയിൽ വരുമ്പോഴത്തേക്കും, ട്രെയിൻ യാത്രയിലേക്ക് വരുമ്പോൾ അവിടെ ആധുനികത ഇല്ല. ഇത് പക്ക മാർക്കറ്റിംഗ് ആ പിള്ളേർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമൂഹത്തെ അവരെ ഇവരുടെ ഈ മാർക്കറ്റിംഗ് ടെക്നിക്കിലേക്ക് ദയവ്. ആക്ച്വലി ഇവിടെ ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ എനിക്ക് യോജിക്കാൻ പറ്റും, ചിലത് യോജിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിനകത്ത് മാർക്കറ്റിംഗ് എന്ന് അൽത്താഫ് പറഞ്ഞത് 100% തെറ്റാണ്. കാരണം അവരുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരിങ്ങനെയാണ്. അവരുടെ എന്താണ്, നമുക്ക് തെറ്റിദ്ധരിച്ചു പോകും. അവരിങ്ങനെ കാണിക്കുന്നൊക്കെ അമിത വിനയമല്ലേ, ഓവറായിട്ടുള്ളൊരു എക്സ്പ്രഷനും മറ്റുള്ള സംഭവങ്ങളൊക്കെ അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇവരുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക്, അന്ന് ഇത്ര ഫോളോവേഴ്സ് ഒന്നുമില്ല, അന്ന് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് സീരിയസ്ലി പറയാമല്ലോ, അവർ ഇങ്ങനെയാണ്. അവരൊരിക്കലും അതിഭാവുകത്വമോ അമിതമായ വിനയമോ ഒന്നുമില്ല. ആദ്യമൊക്കെ അവരുടെ വീടൊക്കെ അവർ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പൊക്കെ ഇതാണ് എൻ്റെ വീട്, ഇതൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ സത്യം പറയാമല്ലോ, ഞാനത് എവിടെയോ അവരുടെ കമൻറ്റ് ബോക്സിൽ എവിടെയോ കാണും. ആ കമൻറ്റ് എവിടെയാണെന്നൊന്നും അറിയില്ല. ഞാൻ അന്ന് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു വീട്ടിൽ വളർന്ന ഒരാളാണ് എന്ന് ഞാനന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു, സീരിയസ്ലി കണ്ണ് നിറഞ്ഞു. പക്ഷേ എന്താ പറയുക, എനിക്ക് അതിനെ എടുത്ത് വെച്ചിട്ട് വീഡിയോ ആക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കണമെന്നോ എനിക്ക് അന്നും തോന്നിയില്ല, ഇപ്പോഴും തോന്നുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നതിനകത്ത് ഒരു വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. അതായത് അത് അവർക്ക് ഫ്യൂച്ചറിൽ അനുഭവിക്കാനും അവർക്ക് ബാധിക്കാനുള്ള സാധ്യതയുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം 2 സഹോദരങ്ങൾ എന്നുള്ള സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അവരത് കാണുമെങ്കിൽ അവർ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ, കേൾക്കാം. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അവരവിടെ കിടന്നിട്ട് ഡെവലപ്പ് ആയി വരട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി കുത്തി വെച്ചോ, നിങ്ങളിപ്പോൾ അവരെ പൊക്കുന്നുണ്ടല്ലോ, പുകഴ്ത്തുന്നുണ്ടല്ലോ. അവർ സാധുക്കളാണ്, പാവങ്ങളാന്ന് പറഞ്ഞാൽ അവർ പൊക്കുന്നവർ നാളെ അവർ വീട് വെക്കും, നല്ല വീട് വെക്കും, നല്ല വാഹനങ്ങൾ മേടിക്കും. ഈ പറഞ്ഞവരെല്ലാം തന്നെ അവർ അഹങ്കാരികളെന്നും അവൻ വന്ന വഴി മറന്നവരെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും അവരെ ചവിട്ടി തേക്കുന്ന ഒരു ദിവസം വരും, ഉറപ്പാണ്. പിന്നെ 2 സഹോദരൻ, ദിസ് ഈസ് ദ പോയിന്റ്, മെയിൻ പോയിന്റാണ്. ഇപ്പോൾ അൽത്താഫ് ഇത്രയും പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പ് ഉണ്ട്, സത്യമാണ്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരെങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ മാത്രമാണ്. പക്ഷെ അതല്ല, അവർ ജെന്യൂനാണ്, ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ പറഞ്ഞൊരു കാര്യം, അതായത് ഈ വളർത്തുക അല്ലെങ്കിൽ തളർത്തുക, താഴ്ത്തിയിടുക എന്നൊരു കാര്യം, അത് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് ഇവർ ഈ കാണുന്ന ഒരു രീതിയിൽ ഈ കനാലിൻ്റെ അകത്ത് തന്നെ നിൽക്കാനും ഈ കനാലിൽ കൂടെ തന്നെ അങ്ങനെ ഇങ്ങനെ നടക്കണം, ഈ ഒരു തരത്തിൽ ഇനി ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, നല്ലൊരു വാച്ച് ഇട്ട് കഴിഞ്ഞാൽ, നല്ലൊരു സ്വർണം എന്തെങ്കിലും സാധനം ശരീരത്തിലേക്ക് വന്നാൽ ആ സ്പോട്ടിൽ കണ്ടോ ഇപ്പൊ മനസ്സിലായോ ഇവരുടെയൊക്കെ മനസ്സിരിപ്പെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ ആക്രമിക്കാൻ ഇതേ ആൾക്കാർ വരും. അത് ഒരുപാട് കാലമൊന്നും പോകത്തില്ല. ഇവരിനി വളരണം. പക്ഷെ അവർ വളരുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാര്യങ്ങൾ, അവർക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ട്
നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരുന്നു, പാടും ദുരിതമൊക്കെ പറഞ്ഞു വന്ന് അവർ ബുദ്ധിമുട്ടിൽ നിന്ന് കയറി വന്ന വീടും കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ ഒരു ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്കും പാടെ ആക്ഷേപവും അധിക്ഷേപവും പറഞ്ഞ് അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാ. അതുപോലെ ഈ സുഹൃത്തുക്കളെ ദൈവം നശിപ്പിക്കരുത്. അവർ കനാലിലേക്ക് കനാലിൽ ജീവിച്ചു പോട്ടെ. പോയിന്റ്. അവർ ജീവിച്ചു പോട്ടെ. അവിടെ അവരെങ്ങനെയാണോ അവരുടെ ആ ഒരു ഇക്കോസിസ്റ്റം, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല്, അത് എങ്ങനെയാണോ സാധാരണക്കാരാണെങ്കിൽ അങ്ങനെ, അതിനുശേഷം അവർ ഡെവലപ്പ് ആവുമെങ്കിൽ അങ്ങനെ. നമ്മളെല്ലാവരും അങ്ങനെ അല്ലേ? ഞാനൊക്കെ ഏറ്റവും താഴെ കിടന്നതാണ്, ഈ ചോർന്നൊലിക്കുന്ന സ്ഥലത്ത് കിടന്നത്. പറയുന്ന വലിയ സഹതാപത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അതൊക്കെ പണ്ടത്തെ കാലമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളത് ചേസ് ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നു. പക്ഷേ അവരിന്ന് ആ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് വരികയാണ്, വളർന്ന് വരണം. ഓക്കെ, പക്ഷേ പബ്ലിക്കിലേക്ക് ഈ സാധനം വരുന്നതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ഓക്കെ, അവരുടെ വഴിക്ക് വിടും. ഇളയ പയ്യൻ പഠിക്കുന്നതായിരിക്കും, അതിന് വലിയ ഫെയിം കൊടുത്തിട്ട് ആ പഠിത്തം നിർത്തി കനാലിൽ തന്നെ കിടത്തി കളയുകയും ചെയ്യുന്നത്. അതും എനിക്കൊരു റിക്വസ്റ്റ് ആണ്. സമൂഹം ഇത് കണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് സഹായിക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരുവിലോട്ട് ഇറങ്ങി നോക്കും, ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് ഇല്ല, അവരെ സഹായിക്കും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ എന്ത് വന്നാലും ഒഴുക്കിനൊത്ത് നീന്തി അവരുടെ കൂടെ നിന്ന് അവർ കാണിക്കുന്ന ഈ പറയുന്ന സഹതാപ പബ്ലിസിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കമന്റ് ബോക്സിന്റെ അകത്ത് നമ്മുടെ ഈ അഭിലാഷ് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് പ്ലാവടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോ ചിന്തിച്ചത് തെറ്റായ രീതിയിലാണ്. ഞങ്ങൾ പറഞ്ഞ തിയേറ്ററിൽ പോയിട്ടില്ല, കുഴിമന്തി കഴിച്ചിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല എന്നല്ലേ, അല്ലാതെ ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാതിരുന്നതെന്നോ അല്ലല്ലോ. നേരത്തെയൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ ഏത് ആഗ്രഹങ്ങളും എനിക്ക് നടത്താം. എന്നോട് ചോദിച്ച ചോദ്യം എന്താണോ അതിനുള്ള ഉത്തരമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. വളരെ ഞാൻ പറഞ്ഞില്ലേ, ജെന്യൂനാണ്. ഇവരെ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു തരത്തിൽ നമ്മൾ കാണേണ്ട കാര്യമേ ഇല്ല. ഒരു ചെറിയൊരു സംശയത്തിൻ്റെ കണ്ണുകൂടി പോലും അവരെ കാണരുത്. കാരണം അത്രയും ജെന്യൂനായിട്ടുള്ള ആൾക്കാരാണ് അവർ, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ താഴെ അൽത്താഫിൻ്റെ ഒരു കമൻറ്റ് വീണ്ടും പ്രതികരിച്ചതിൽ നന്ദി. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. നിങ്ങളുടെ റീച്ച് കണ്ടിട്ട് ഇനി വരുന്ന തലമുറ നിങ്ങളെപ്പോലെ കനാലിൽ സ്വയം ചെലവഴിക്കണോ, അതോ വിദ്യാഭ്യാസം നേടുകയും പറ്റാവുന്ന തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റുകയും വേണമോ? ഇത്തരം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം അവരൊരിക്കലും അവരുടെ ജീവിതം പകർത്തി നിങ്ങൾ മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ആൾക്കാർ വരണമെന്ന് അവരൊരിക്കലും എങ്ങും പറയുന്നില്ല. അവരെ ഉദാഹരണമായിട്ട് കണ്ട് ഞങ്ങളെപ്പോലെ നിങ്ങളും വരണമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അത് പറയാത്തിടത്തോളം കാലം നമുക്ക് ആ ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നത് ഞാൻ തുടക്കത്തിൽ കാണിച്ചതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്തു തരാം. ഈ ചെയ്യുന്നവരുടെ ഇതിൻ്റെ അകത്തുള്ള ഒരു ഉദ്ദേശശുദ്ധി കൊടുക്കാം. ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ എന്താണ് സാമൂഹിക കാര്യങ്ങളൊക്കെ വളരെയധികം ഈ അഭിലാഷിനെ പോലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള മസ്താനിയുടെ അവരുടെയൊക്കെ ചാനലിലേക്കാണ് ഒരു പുള്ളിക്കാരത്തിൽ അവതാരിക എന്നുള്ള രീതി തന്നെ കാണാം. എന്നാലും ഒരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ. ആ വ്യക്തിത്വം സമൂഹത്തിലെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് നിന്ന് സംസാരിക്കുമ്പോഴും അത് ശരിക്കും ജെന്യൂനായിട്ട് തന്നെ ആ പേഴ്സണാണ് സംസാരിക്കുന്നത്. മസ്താനിയാണ് അവരോട് സംസാരിച്ചത്, ഏതൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവർ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിലും. ബട്ട് ആ പേഴ്സൺ സോഷ്യലി സമൂഹത്തിനോട് എന്താണ് കാണിക്കുന്നത് അതും കൂടെ ജസ്റ്റ് മനസ്സിലാക്കി പോകുമ്പോൾ മാത്രമാണ് ഇതെല്ലാം വെറും അവരുടെ റീച്ച്. അതായത് ഈ അഭിലാഷ് പ്ലാവടിയിലും ആ കുട്ടി അവരൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന അവരുടെ സ്വന്തം കഷ്ടപ്പാടിൻ്റെ അകത്ത് അവരുടെ ചുറ്റുപാടുമുള്ള അവരുടെ ജീവിതം, ഈ ആട് ജീവിതം അല്ലേ, അവരുടെ കഷ്ടപ്പാടിൻ്റെ ജീവിതം, ആ ഒരു ദാരിദ്ര്യ ജീവിതം, അതെല്ലാം അവരുടെ ചാനലിൽ കൂടെ വന്ന് അത് എവിടെ കൂടെയൊക്കെ വൈറലായപ്പോൾ ആ വൈറൽ കണ്ടന്റിനെ വച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കാര്യം. അതിൽ ഈ നമ്മുടെ വന്ന മസ്താനി അവരുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് നിങ്ങൾ. ഞാൻ നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് പോയിട്ട് ചില്ല് ചെയ്യുന്നു, ഫുൾ എൻജോയ് ചെയ്യുന്നു. ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് അറിയുന്നത്. ഈ ഫ്രണ്ട്സ് ആയിട്ട് ഓഡിയോ കോൾ, വീഡിയോ കോൾ ത്രൂ കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ ലുഡോ, ക്യാരം പോലുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഫ്രണ്ട് ആപ്പിൽ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി. എന്നെ പോലെ ബോർ അടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് വഴി ലുഡോ കളിക്കാവല്ലേ? പക്ഷേ ഇത് പലരും ഉപയോഗിക്കുന്നത് വേറെ ചില കളികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചു പോയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഫ്രണ്ട് ആപ്പ്. ഈ ഫ്രണ്ട് ആപ്പ് വഴി അതുവഴി ഒരുപാട് പേരുടെ ലൈഫ് തകർന്ന് തരിപ്പണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര്, നൂറുകണക്കിന് ആൾക്കാർ എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊന്ന് പറഞ്ഞു. ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്ന് അതിനകത്ത് തെറ്റുപറ്റിപ്പോയി ക്ഷമ പറയുന്നു, അവർക്ക് ശരിയാണ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. മറ്റ് ചില ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ എല്ലാം മറ്റേ പരിപാടി നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടും അവരെ നമുക്കൊരിക്കലും മാറ്റം വരുത്താൻ പറയാൻ പറ്റില്ല. കാരണം ഞാൻ പിടിച്ച മൊബൈലിന് 10,000 കൊമ്പെന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലേഡി അഥവാ മസ്താനി, ഇപ്പം നമ്മുടെ മസ്താനി ഫോളോവേഴ്സിനോട് ഇവരൊക്കെ ഈ കാണിക്കുന്നത് കുറേ പെൺകുട്ടികൾ ട്രാപ്പാവെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലില്ലാത്ത കുട്ടികളോട്. ഓക്കെ, ഇനി എന്തായാലും പോട്ടെ. അപ്പം ഇതാണ്. അപ്പം അഭിലാഷിൻ്റെ അല്ലെങ്കിൽ അഭിലാഷ് പ്ലാവടി അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ പബ്ലിക്കിന് മുമ്പിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം, ഒരു ആകുലത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട രണ്ട് അനിയന്മാരോടും പറയുന്നത്, നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പോവുക.
നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ മെച്ചപ്പെട്ട സാഹചര്യം നിങ്ങൾക്ക് ചുറ്റുപാടുണ്ടാക്കാൻ വീട്, അമ്മയുടെ കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തം, അതുപോലെ തന്നെ ഈ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അടിസ്ഥാന സൗകര്യവും ഏറ്റവും ആധുനികപരമായിട്ടുള്ള എന്ത് കാര്യം, കാറ്, ബൈക്ക്, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ആ നേട്ടങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓക്കെ, പക്ഷെ ഒറ്റ കാര്യം മാത്രം പറയുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് മാത്രം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ നിങ്ങൾ അകറ്റി നിർത്തുക. ഞാനിതാണ് ഈ വീഡിയോയിൽ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അപകടത്തിലേക്കാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക്. നിങ്ങൾ ചെയ്യുന്നു എന്നല്ല, നിങ്ങളെ ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പം ഈ വന്ന് വലിയ ഡയലോഗ് അടിച്ച് നമ്മുടെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നവരല്ലോ, അവരോടൊക്കെ അവരൊക്കെ ഇവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? അറിയില്ല. കാരണം ഇവർ പാവങ്ങളാണ്, ഇവർക്ക് അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാനൊന്നും അറിയത്തില്ല. മിനിമം അവരുടെ ഈ ഒരു സാധനം വെച്ചുകൊണ്ട്, ഈ ഒരു റീച്ച് വെച്ചുകൊണ്ട് മാത്രം ഇവരുടെയൊക്കെ വീഡിയോസിൻ്റെ ആ ഒരു അതിനകത്ത് പോകുന്ന പ്രൊമോഷനും ആഡും ഇതൊക്കെ കൂടെ ചേർത്തിട്ട് എത്ര ലക്ഷം രൂപ ഉണ്ടാക്കും. അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടോ? അറിയാത്തതുകൊണ്ടാണ്. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഇവരുടെ റീച്ച് താൽക്കാലികമായിട്ടാണെങ്കിലും ഇവരുണ്ടാക്കിയെടുത്ത ആ റീച്ച്, ആ ദാരിദ്ര്യം, ആ വിഷമം, ആ സങ്കടം, ആ ഒരു കാര്യത്തിനെ വച്ച് മാർക്കറ്റ് ചെയ്ത് അവരെ വിറ്റ് തിന്നുക എന്നുള്ളൊരു പരിപാടി, നേരത്തെ അൽത്താഫ് പറയുന്നൊരു കാര്യത്തിൻ്റെ അകത്ത് ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലാതെ അവർ ജെന്യൂൻ അല്ല എന്ന് പറയുന്നൊരു കാര്യമല്ല. അവരാരെയും സമൂഹത്തിൻ്റെ അടുത്ത് ഈ പുതിയ കുട്ടികളോടും പുതിയ കാലഘട്ടത്തിലുള്ള ആൾക്കാരോടും നിങ്ങൾ ഇത് എന്താണ് ഞങ്ങളെ ഫോളോ ചെയ്ത് വരുമെന്ന് ഇവരാരോടും പറഞ്ഞിട്ടില്ല. മുമ്പേ ഉണ്ട് ഇവരുടെ വീഡിയോ, ഇപ്പോഴൊന്നും അല്ല, ഇത് കണ്ടവർക്കറിയാം. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ, അത്രയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അവർക്ക് ആരെയും ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ ഒന്നുമില്ല. അനിയനുമായിട്ടൊക്കെ സൈക്കിളിലൊക്കെ മുമ്പ് പോകുന്ന വീഡിയോസ് അടക്കമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് പറയുന്നത്, അവർ വളരെ ജെന്യൂനാണ്. അവരുടെ ലൈഫിൻ്റെ അകത്തേക്ക് ദയവായി മറ്റുള്ളവർ കയറി പോയി ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു വീഡിയോ അവരെ കാഴ്ച വസ്തുക്കളാക്കി മാറ്റി അവർക്ക് ചിലപ്പോൾ നോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറി പോകാതിരിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇവരുടെ ഈ ഒരു വളർച്ചയിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വിപത്തും കൂടെ ഞാൻ മുൻകൂട്ടി പറയാമെന്ന് വെച്ചാൽ, ഈ വളർച്ച വളർന്ന് അവരൊരു അല്പം അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറുന്ന സമയത്ത് ഓൺ ദ സ്പോട്ട് തന്നെ പറഞ്ഞു തുടങ്ങും, നമ്മുടെയൊക്കെ ഇത് വെച്ചിട്ടൊക്കെ വളർന്നു കയറിയവരാണേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ടില്ലേ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ നടക്കുന്നു. അതായത് സമൂഹം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ നടക്കുന്നത് അതുപോലെ നടക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. അതിൽ നിന്നൊരു അല്പം മാറ്റം പോലും വന്നു കഴിഞ്ഞാൽ അവർ സഹിക്കത്തില്ല. ദാരിദ്ര്യമാണോ, ദാരിദ്ര്യനായിട്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് അവർ മുൻപന്തിയിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾ ഇനി പതിയെ ചിറക് വെച്ച് പറക്കുന്ന നല്ല നല്ല മൊമെൻറ്റുകൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസ്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തോ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നടക്കുന്ന വലിയ വലിയ മാറ്റങ്ങളോ ഒന്നും പബ്ലിക്കിനെ അറിയിക്കാതിരിക്കുക. അറിയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുതൽ നിങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടും, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി തുടങ്ങും. അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു വേദന നിങ്ങൾ വളരെ ജെന്യൂനായിട്ട് നിങ്ങൾ പറയുന്ന കാര്യമായിരിക്കും. ഇവരെ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും വരാതിരിക്കട്ടെ, ഒരു ദുര്യോഗവും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. സമൂഹത്തിനകത്ത് ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ ഈ കുറേ അധികം ആൾക്കാർ നിങ്ങൾ കുറ്റം പറയുന്ന ഒരു സാഹചര്യമോ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഇൻ്റർവ്യൂസ്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഇൻ്റർവ്യൂസ് കൊടുത്തോളൂ. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്തും കൊടുക്കേണ്ടതും പറയേണ്ടതും മാത്രം വ്യക്തമായി സ്പഷ്ടമായി പറയാൻ ശ്രമിക്കുക. ഒരിക്കലും അവർ കൊണ്ടുവന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കഴിച്ചിട്ട് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു വളരെ മറ്റുള്ളൊരു സാഡ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ അവർ മാർക്കറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കത് അറിയത്തില്ല, നിങ്ങൾ ജെന്യൂനായിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. കഥയില്ലത് ജീവിതം അറിയാമല്ലോ, കഥയില്ലത് ജീവിതത്തിൻ്റെ അകത്തിരുന്നത് മറ്റേ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ഒരു 5 സെക്കൻഡ് സ്ലോ മോഷനാണ്. ആ സ്ലോ മോഷൻ കൊണ്ട് ഇവിടെ സാധാരണ കണ്ടോണ്ട് നമുക്കൊക്കെ ഇങ്ങനെ വിഷമം ഉണ്ടാക്കും. അതൊക്കെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ്. പബ്ലിക്കിന് വേണ്ടത് അതൊക്കെയാണ്. മറ്റൊരാളുടെ വേദന കാണുന്ന സമയത്ത് നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്ക് വേദന തോന്നും. അത്രയും വേദന കിട്ടുന്ന സമയത്ത് അത് കൂടുതൽ ആൾക്കാരിലേക്ക് കടന്നു പോകും. അവിടെ വിൽക്കപ്പെടുന്ന വസ്തു നിങ്ങളുടെ ജീവിതങ്ങളാണ്, നിങ്ങളുടെ ജീവിതമാണ്. ഈ പണ്ട് കാലത്ത് ഈ യൂട്യൂബ് ഒരു 10-20 വർഷത്തിന് മുമ്പൊക്കെ, 25 വർഷത്തിന് മുമ്പൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഈ ദാരിദ്ര്യം മാത്രമേ യൂട്യൂബിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് അങ്ങനെ ആയിരുന്നു സാഹചര്യം. ഞാനൊക്കെയുള്ള കാര്യം ആലോചിച്ച് പോവുകയാണ്. എൻ്റെയൊക്കെ ലൈഫിനൊക്കെ എടുത്ത് പകർത്തി ഇതുപോലെയൊക്കെ കാണിക്കാൻ പറ്റുന്നത് എന്തായിരുന്നു എന്ന്. അതാ പറഞ്ഞത്, അന്ന് പക്ഷേ ഒരു കാര്യം, അന്നത്തെ ആൾക്കാർക്ക്, കുറച്ചധികം ആൾക്കാർക്കും അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം പടുദാരിദ്ര്യം മൊത്തം മൂടിക്കിടക്കുകയല്ലേ, പഞ്ഞമായ ജീവിത ശൈലി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല, കാലം മാറി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ, നിങ്ങൾ എന്നും നന്നായിട്ടിരിക്കണം. പക്ഷേ നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചൂഷക വർഗത്തിനെ അകറ്റി നിർത്തുക. എന്തൊക്കെ പറയണമോ എന്തൊക്കെ ചെയ്യണമോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വരുന്ന വലിയ വലിയ മാറ്റങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഇനി ശ്രമിക്കരുത്. അവർക്ക് എപ്പോഴും വേണ്ടത് നിങ്ങളുടെ ദാരിദ്ര്യവും വിഷമവും മാത്രമായിരിക്കും. ഇനി എന്ത് കാര്യവും നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് വരുന്ന വലിയ വലിയ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കരുത്. വച്ചാൽ അന്ന് മുതൽ നിങ്ങൾ ഇവരുടെയൊക്കെ ശത്രുവായിട്ട് മാറും, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ. അതുകൊണ്ട് ഓർക്കുക, സൂക്ഷിക്കുക.
പറയേണ്ടതും എടുക്കേണ്ടതൊക്കെ മാത്രം സൂക്ഷിച്ചും കണ്ട് പെരുമാറുക. ആൾക്കാർ നിങ്ങളുടെ വളർച്ച വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നത്, അല്ല നിങ്ങളെ സഹായിക്കാനൊന്നുമല്ല. ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നവരോട് നിങ്ങൾ പൈസ ചോദിച്ച് വാങ്ങിക്കുക. ഓക്കെ, നല്ല പൈസ ചോദിച്ച് വാങ്ങിക്കുക. നല്ലൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ കൊടുക്കുക. ഇനി അങ്ങനെ പറഞ്ഞാലും ഇൻ്റർവ്യൂവിന് ഇത്ര പൈസ ചോദിച്ചാലും അടുത്ത് ഇതേ ആൾക്കാർ തന്നെ പോയിട്ട് നെഗറ്റീവ് ഇട്ടിട്ട് ഇവരെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും. പിന്നെ ഈ ഇവരുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് എടുക്കാൻ വേണ്ടി മസ്താനിയുടെ പോലെ ആൾക്കാരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി അറിയാമല്ലോ. അവർക്ക് എന്ത് കിട്ടിയാലും അതിനകത്ത് പൈസ വേണം. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ആപ്പിനെ പോലുള്ള പരിപാടികളും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. കുറച്ച് മുമ്പ് നമ്മുടെ അൽത്താഫിൻ്റെ സംഭവത്തിൽ അൽത്താഫ് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അൽത്താഫ് ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അതായത് ഈ വീഡിയോയിലൂടെ ഇങ്ങനെ വളർന്നു വരുന്ന ഇവരുടെ ഈ ഒരു ദാരിദ്ര്യമോ സാഹചര്യമോ ഒക്കെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് തുറന്ന് കാണിച്ചിട്ട് അവരെ സഹായിക്കാനല്ല. ഇപ്പം 24 എവിടെയൊക്കെ വന്നു എന്ന് പറയുന്നത് എന്തേ അവരൊക്കെ ഒന്ന് വിചാരിച്ചൊരു ചെറിയൊരു വീടൊക്കെ വെച്ച് കൊടുക്കാത്തത്. പിന്നെ സമൂഹത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞാണെങ്കിൽ ഇതുപോലുള്ള 100 ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് റീച്ചിനെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങളാരും കേട്ടോ? എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് ഒരു ക്യാമ്പയിൻ പോലെ നടത്തിയിട്ട് അവരുടെ ലൈഫിനെ അങ്ങ് മാറ്റിക്കളയാം എന്നുള്ള എന്തെങ്കിലും പരിപാടി ഇവരാരും ചെയ്തോ? ഇല്ലല്ലോ. അതേസമയത്ത് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആപ്പ് പോലുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അവരൊക്കെ ഭയങ്കര പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓൺലി ഫോർ മണി, ജസ്റ്റ് മണി തിങ്സ്. പക്ഷേ ആ പാവങ്ങൾ അങ്ങനെയല്ല. അഭിലാഷിൻ്റെ വീട്ടുകാർ, അഭിലാഷിൻ്റെ കുടുംബങ്ങളൊന്നും അങ്ങനെയുള്ള ആൾക്കാരേ അല്ല. പ്യുവർ, 100% പ്യുവർ. അതുകൊണ്ടാണ് എനിക്ക് വിഷമമുള്ളത്. കാരണം ഞാനൊക്കെ ആ വഴി കൂടെ നടന്നു വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കനാൽ ജീവിതവും മറ്റുള്ള കാര്യങ്ങൾ ആൾക്കാർ എന്താണോ കാണേണ്ടത് അത് തന്നെ കാണിക്കാവൂ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില വിമർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മറുപടി പോലെ മാന്യമായ രീതിയിൽ തന്നെ എല്ലാവരോടും പെരുമാറാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ അഹങ്കാരികളോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൈവിട്ട് പോകുന്നൊരു വാക്കോ വീണാൽ ആ സമയം നമ്മൾ തീർന്നു. അതൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ അനിയന്മാരെ. നിങ്ങൾ വളരണം, നിങ്ങൾ വളർന്ന് നിങ്ങളുടെ ഈ ഒരു സമൂഹത്തിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ ജീവിക്കണം. ഓക്കെ. സോ എന്തായിരുന്നാലും ഇത് കണ്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രധാനമായിട്ടും മസ്താനിയുടെ കാര്യത്തിൻ്റെ അകത്ത്, അതുപോലെ തന്നെ അൽത്താഫിൻ്റെ കാര്യത്തിൻ്റെ അകത്ത്, ഈ കുട്ടികളുടെ കാര്യത്തിൻ്റെ അകത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗൈസ് ബൈ.